തുടരുക. പറയപ്പെടുന്നത് ഇപ്പോൾ സംബന്ധിച്ചുള്ള നാട്ടിക എം എൽ എ സി സ്ഥിരീകരണങ്ങളൊക്കെ പോലീസ് മുകുന്ദൻ ചോദ്യം നമുക്കൊപ്പം ചെയ്തതിനു ശേഷം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സി മുകുന്ദൻ, അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. 5 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അവിടെ എത്തിച്ചേർന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളൊന്നും ഇല്ല. ദേശീയപാത അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും അവിടെ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിരവധി 30ഓളം ആളുകൾ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതു രീതിയിലാണ് നടപടിക്രമങ്ങൾ ഇനി മുന്നോട്ട് പോകുക MLA? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് നമ്മുടെ തുപ്രയാറ് പടിഞ്ഞാറൻ നടയിലുള്ള നമ്മുടെ ഒരു NH റോഡിന്റെ വലിയ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് തന്നെ അതിന്റെ ചെറിയ ക്രമീകരണമൊക്കെ നടത്തിയിരുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ബാരിക്കേഡ് പോയി അടച്ചിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ 3:30 ഒരു ലോറി കയറി വന്ന് അവിടെ കിടന്നിരുന്ന അവിടെ ഇപ്പോ രഹസ്യ വന്നൊന്നും പറയാൻ കഴിയില്ല. മുമ്പ് കുറെ നാടോടികൾ അവിടെ ആ പാലത്തിന്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ആ ശ്രദ്ധിക്കാതെ ലോറിക്കാരൻ അങ്ങോട്ട് കയറ്റിയത് വെള്ളമതി അപകടം എന്നുവെച്ചാൽ വിഷമം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപകടം ഉണ്ടായതാണ്. അപ്പൊ ഈ ഏകാശി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു 5-6 ദിവസക്കാലം ആ പ്രദേശത്ത് ആഘോഷം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പൊ ഇതിങ്ങനെ അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ അപകടം ഉണ്ടായത്. അപ്പൊ അത് ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിക അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. NH റോഡിന്റെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ ക്രമീകരണം അവിടെ അടിയന്തരമെന്ന് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ പ്രവർത്തനം നടത്തുന്നത്. പോലീസ് വന്നിട്ടുണ്ട്, ദേവസ്വത്തിന്റെ ആൾക്കാർക്ക് വന്നതിന്റെ ഏർപ്പാടും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അതിന് എല്ലാവിധ ഇനിയൊരു അപകടം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സി മുകുന്ദൻ, നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുമാണ് അറിയുന്ന വിവരങ്ങൾ. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? അതുപോലെ തന്നെ അവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇടപെട്ടിട്ടുണ്ട്, ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തകരുടെ സജീവമായി അമ്പല കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങളും ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നതിനുള്ള ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും തുടർന്നൊരു അപകടം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടിക്രമം സ്വീകരിക്കുന്നതിന് വേണ്ട നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സി മുകുന്ദൻ, നേരത്തെ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ ഒരു ഇത്തരം അനാസ്ഥയ്ക്കെതിരെ മുൻപും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട്, അപകട സാധ്യതയുള്ള സ്ഥലമാണ് എന്നാണ്. അത്തരത്തിലൊരു പരാതി താങ്കൾക്കുണ്ടോ? അല്ല, പരാതിയുണ്ട്. അത് മുമ്പ് തന്നെ കുറെ പരാതികൾ. അത് മാത്രമല്ല, വഴിയെ സംബന്ധിച്ചും പാലം പണിയെ സംബന്ധിച്ചും റോഡിനെ സംബന്ധിച്ചും സർവീസ് റോഡുകളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് അത്. അപ്പൊ അവിടുത്തെ നമ്മൾ വന്നു കണ്ടാൽ തന്നെ അത് ഒരു അടിസ്ഥാനരഹിതമായ പ്രവർത്തനം അവിടെ നടത്തുന്നത്. അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അവിടുത്തെ നാട്ടുകാർ എനിക്ക് പരാതി തന്നിരുന്നു. ആ പരാതി നമ്മൾ മന്ത്രിക്ക് അടക്കം കൈമാറിയിട്ടുള്ള പ്രദേശം. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദേശീയപാതയിൽ ഒരുപാട് അപകടങ്ങൾ സ്ഥിരമായാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതിനൊരു അടിസ്ഥാനപരമായ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് നമ്മൾ മുമ്പേ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ആ പ്രകാരം നമ്മൾ അതിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോലീസും പുരോഗതി ആലോചിച്ച് വേണ്ട നടപടികൾ. ഏകാശി എന്ന് പറഞ്ഞാൽ വളരെ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ദിവസം മാത്രമല്ല, ഒരു 5-6 ദിവസം ഏകാശി വ്രതം നോറ്റുവന്ന് ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നതാണ്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ലോറി കയറി വന്നത് എന്റെ അഭിപ്രായത്തിൽ ലോറി എന്തെങ്കിലും ഡ്രൈവറോ ക്ലീനറോ ആരോ മദ്യപിച്ചു കാണും. ആ മദ്യപിക്കാതെ അവർക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിലേക്കാണ് ശ്രദ്ധിക്കാതെ വന്നൊരു അപകടസ്ഥിതിയാണ്. അത് ശ്രദ്ധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ഇനിയും ആൾക്കാർ സ്ഥിരമായി വരുന്ന പ്രദേശമാണ്. ഒരു അപകടസ്ഥിതി ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇനി ഇല്ലാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ട്. ശരി.
ശ്രീ CC മുകുന്ദൻ MLA ആണ് ഇപ്പോൾ നമ്മളോട്, നാട്ടിക MLA ആണ് പ്രതികരിച്ചത്. MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ഒരു അനാസ്ഥ പ്രദേശത്തുണ്ട്. അതിനെതിരെ നിരവധി തവണ മുൻപും പരാതി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അതിലൊന്നും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുകയാണ്. തൃശ്ശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തേക്കാണ് തടിലോറി കയറിയിറങ്ങിയത്. 5 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 1 വയസ്സ് ഉള്ള കുട്ടിയടക്കം 2 കുട്ടികളുണ്ട്. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.